ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതാണ് വേണ്ടത്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് ബാക്കി എന്തൊക്കെ ഇതിലോട്ട് വേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു 2 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് ചീനമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചീനമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ചമ്മന്തിക്ക് വേണ്ടത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു പൾപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണോളം വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ട് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മുളപ്പിച്ച ചെറുപയർ കൊണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചമ്മന്തിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണ്. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.